തെറ്റായ ചിന്തകളും കാഴ്ചപ്പാടുകളും എടുത്തു മാറ്റപ്പെടുന്നു. പുതിയ ബോധ്യങ്ങൾ നമുക്ക് കിട്ടുന്നു. പുത്തൻ തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ സഹായിക്കുന്നു. അപ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ മക്കളിലെല്ലാം അനുഗ്രഹം വർഷിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടും. ദൈവവചനമാണ് നമ്മുടെ കുടുംബത്തിൽ സമാധാനം നമുക്ക് നൽകുന്നത്. കുടുംബത്തിലെ ഭിന്നതകൾ മാറ്റിത്തരുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം ആത്മാവും ജീവനുമാണ്. അപ്പോൾ ദൈവത്തിൽ നിന്ന് അഥവാ വചനത്തിൽ നിന്ന് നമ്മൾ എത്രമാത്രം അകന്ന് ജീവിക്കുന്നു, അല്ലെങ്കിൽ എത്രമാത്രം നമ്മൾ അജ്ഞരാകുന്നു, അത്രമാത്രം ആത്മീയമായ കുറവുകൾ, ബലഹീനതകൾ നമുക്കുണ്ടാകും. അത്രമാത്രം അന്ധകാരം നമ്മളിലേക്ക് കടന്നു വരും. വചനമാണ് നമുക്ക് വെളിച്ചം നൽകുന്നത്. ആയതിനാൽ ഏറെ താല്പര്യത്തോടെ, വളരെ സന്തോഷത്തോടെ നമുക്ക് ദൈവവചനത്തിൻ്റെ മുൻപിൽ ആയിരിക്കാം. ഇതൊക്കെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചിട്ടുള്ള, നമ്മുടെ ജീവിതത്തിൽ അനുഭവത്തിൽ നിന്നാണ് ഈ എല്ലാ വചനങ്ങളും നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്നത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം അനേകം തലമുറകൾക്ക് നമ്മൾ അടിസ്ഥാനമിടുക എന്നുള്ളതാണ്. തലമുറകൾക്ക് നമ്മൾ ഇടണം. ദൈവമല്ല അടിസ്ഥാനം ഇടുന്നത്, നമ്മളാണ് അടിസ്ഥാനം. നമുക്കൊരു വീട് പണിയുമ്പോൾ ദൈവമാണോ അടിസ്ഥാനം ഇടുന്നത്? അല്ല, നമ്മളാണ് അടിസ്ഥാനം ഇടുന്നത്. ദൈവത്തിൻ്റെ നാമത്തിൽ ദൈവത്തെ വിളിച്ചപേക്ഷിച്ച്, അല്ലേ, ദൈവനാമത്തിൽ നമ്മളാണ് അടിസ്ഥാനം ഇടുന്നത്. അല്ലാതെ ഫിസിക്കലായിട്ട് തന്നെ ഡയറക്റ്റായിട്ട് ദൈവം ഇങ്ങോട്ട് വന്ന് ഒരു കല്ലിട്ട് അടിത്തറയിട്ട് അങ്ങാണോ? അല്ല. അടിത്തറയിടുന്നതും പണിയിപ്പിക്കുന്നതുമെല്ലാം നമ്മളാണ്. ഇതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ തലമുറ അനുഗ്രഹിക്കപ്പെടണം. ഇത് പറയുമ്പോഴാണ് നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കളെ മാത്രം നമ്മൾ കാണരുത്. നമ്മുടെ മക്കളെ നമ്മൾ കാണണം. അവരുടെ ജനിക്കാനിരിക്കുന്ന തലമുറകളെ നമ്മൾ കാണണം. അതാണ് സങ്കീർത്തനം 78 പറയുന്നത്, വരാനിരിക്കുന്ന തലമുറകളോട് നിങ്ങൾ സുവിശേഷം പറയണം എന്ന് പറയുന്നത്. അത് കൈമാറ്റം ചെയ്യപ്പെടണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വിശ്വാസം നമ്മൾ കൈമാറ്റം ചെയ്യപ്പെടാനുള്ളതാണ്. തലമുറകൾക്ക് നമ്മൾ അടിസ്ഥാനം ഇടുന്നവരായി നമ്മൾ മാറണം. പ്രിയമുള്ളവർ, നമ്മൾ അടിസ്ഥാനം ഇടണം. നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, അവരുടെ വരും തലമുറ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മൾ ഒരു ഉറച്ച അടിസ്ഥാനത്തിൽ പണിയപ്പെടണം. അനേകം തലമുറകൾക്ക് അടിസ്ഥാനം ഇടുവാനായിട്ട് ആണ് ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അത് ചുമ്മാ ഒരു ധ്യാനം കൂടാൻ പോയത് കൊണ്ടോ, എവിടെയെങ്കിലും പോയി ഒരു ഉടമ്പടി എടുത്തുകൊണ്ടോ, ഒരു നേർച്ച നേർന്നത് കൊണ്ടോ, തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിച്ചത് കൊണ്ടോ, 10 കൊത്ത ഒന്നിച്ചിരുന്ന് ചെല്ലിയത് കൊണ്ടോ കിട്ടുന്നതല്ല. അതൊക്കെ ഭക്താനുഷ്ഠാനങ്ങൾ. അതിനപ്പുറത്ത് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ, ദൈവമായിട്ടുള്ള വിശ്വാസത്തിൽ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ഉറച്ച ചില തീരുമാനങ്ങളും നിലപാടുകളും നമ്മൾ എടുക്കണം നമ്മുടെ ജീവിതത്തിൽ. അതാണ് അടിസ്ഥാനമിടുക എന്ന് പറയുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 3-ാമത്തെ തിരുവചനത്തിന്റെ അവസാന ഭാഗത്തിൽ ഇങ്ങനെ പറയുകയാണ്, നിന്നിലൂടെ ഭൂമുഖത്തുള്ള ജനതകൾ മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. നിന്നിലൂടെ, അബ്രഹാത്തോട് ദൈവം പറയുക, നിന്നിലൂടെ ഭൂമുഖത്തുള്ള ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ആ ദൈവത്തിന് അങ്ങോട്ട് നേരിട്ട് അനുഗ്രഹിച്ചാൽ പോരെ? ദൈവത്തിന് നേരിട്ട് അങ്ങോട്ട് അനുഗ്രഹിച്ചാൽ പോരെ എന്ന് നമ്മൾ ചിന്തിക്കും. അങ്ങനെ അനുഗ്രഹിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുഗ്രഹിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ദൈവം അനുഗ്രഹിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വഴിയുണ്ട്.
ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ സബ്സിഡിയോ അല്ലെങ്കിൽ ചില ആനുകൂല്യങ്ങളോ നമുക്ക് കിട്ടുന്നത് കേന്ദ്രമന്ത്രി പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ കേന്ദ്രമന്ത്രി നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് നേരിട്ട് തരികയാണോ? അല്ല. അല്ലെങ്കിൽ കേന്ദ്രത്തിലിരിക്കുന്ന ഏതെങ്കിലും പ്രധാനപ്പെട്ട ഓഫീസർമാര് നമുക്ക് നേരിട്ട് കൊണ്ട് തരികയാണോ? അല്ല. അതിന് ചില പ്രോസസ്സുകളുണ്ട്, ചില വഴികളുണ്ട്. മനസ്സിലായി? അപ്പൊ ആ വഴികളിലൂടെ മാത്രമാണ് കൈമാറ്റം ചെയ്യപ്പെട്ട് നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ ഏറ്റവും പഞ്ചായത്തിലുള്ള ചില ഓഫീസിൽ അത് വരുന്നത്. ഇതുപോലെ ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്, ദൈവത്തിൻ്റെ അനുഗ്രഹം ദൈവം ഇന്ന് ജീവിക്കുന്ന നമ്മിലൂടെ വേണം നമ്മുടെ ചുറ്റുപാടുമുള്ളവരിലേക്ക് അല്ലെങ്കിൽ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ. ദൈവം അങ്ങനൊരു വഴി ഒരുക്കി വെച്ചിരിക്കുക. അതുകൊണ്ടാണ് അബ്രഹാത്തെ നോക്കി പറയുകയാണ്, നിന്നിലൂടെ ഭൂമുഖത്തുള്ള സകല ജനതയും അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ സകല ജനതകളെയും ദൈവം നേരിട്ട് അങ്ങോട്ട് ചെന്നിട്ട് അനുഗ്രഹിക്കാതെ ദൈവം ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്തിട്ട് ആ വ്യക്തിയിലൂടെ ഈ അനുഗ്രഹം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ അബ്രഹാം ആരാ? ഡിസ്ട്രിബ്യൂട്ടറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഈ അനുഗ്രഹത്തിന്റെ സ്രോതസ്സാരാ? ദൈവം തന്നെ. അനുഗ്രഹത്തിന്റെ സ്രോതസ് ദൈവമാണ്. എങ്കിലും ഈ അനുഗ്രഹം വിതരണം ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടറായിട്ട് അബ്രഹാത്തെ ദൈവം തന്നെ മാറ്റുകയാണ്. നിന്നിലൂടെ ലോകത്തിലുള്ള ജനതകൾ മുഴുവൻ അനുഗ്രഹിക്കപ്പെടും. കണ്ടോ? അപ്പൊ അബ്രഹാത്തെ ആ വിധത്തിൽ അനേകം ജനതകൾക്ക്, അനേകം തലമുറകൾക്ക് ഒരു അനുഗ്രഹം കൊടുക്കുന്ന വ്യക്തിയാക്കി അബ്രഹാത്തെ ഇവിടെ മാറ്റുകയാണ് ചെയ്യുന്നത്. അബ്രഹാം അനേകം തലമുറകൾക്ക് ഒരു അടിസ്ഥാനം അവനിട്ടു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇന്നും പ്രിയമുള്ളവരെ, ഇന്നും ഈ കാലഘട്ടത്തിലും എന്നെയും നിങ്ങളെയും നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ ദൈവം വിളിച്ചിരിക്കുന്നത്, കുടുംബ ജീവിതത്തിലേക്ക് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്, ഇന്നുള്ള നിങ്ങളുടെ 2 മക്കൾക്കോ 3 മക്കൾക്കോ കുറെ ആഹാരം കൊടുത്ത് ചാപ്പാടും കൊടുത്ത് അവരെ നന്നായിട്ട് അങ്ങ് പഠിപ്പിച്ച് വെളുപ്പിച്ച് ജയിപ്പിച്ച് അവരെ അങ്ങ് വിദേശത്തോട്ട് യൂറോപ്യൻ രാജ്യത്തിലോട്ട് വിട്ട് വലിയ ജോലിക്കാരാക്കി മാറ്റാൻ വേണ്ടിയിട്ടല്ല. ആരെങ്കിലും ജോലി കിട്ടുവാണെങ്കിൽ ഞാൻ അതിന് വിരോധമല്ല, ജോലി കിട്ടിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷേ അതിനു വേണ്ടിയിട്ടാണോ ഈ കുഞ്ഞു ഭൂമിയിലോട്ട് ജനിച്ചത്? കുറെ ബുദ്ധി വികസിപ്പിച്ച് ഒരു ജോലി കിട്ടി, നല്ല ലക്ഷങ്ങൾ സമ്പാദ്യം കിട്ടി, തിന്നുകുടിച്ച് ഈ ലോകത്തിൽ സുഖിമാനായിട്ട് ജീവിക്കാനായിട്ടാണോ ദൈവം ഈ ഭൂമിയിലേക്ക് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തത്? അല്ല. ഓരോ സൃഷ്ടികളുടെ പിന്നിലും ഓരോ ദൈവിക ഉദ്ദേശമുണ്ട്, ദൈവിക പദ്ധതിയുണ്ട്. ദൈവിക പദ്ധതിയിലെ ഒരു കണ്ണിയായിട്ട് ഓരോ വ്യക്തികളും മാറ്റപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അബ്രഹാം അനേകം തലമുറകൾക്ക് അവനൊരു അടിസ്ഥാനമിട്ടു. അവനെക്കുറിച്ചുള്ള വാഗ്ദത്വം വെളിപ്പെടുത്തി 3-ാം വാക്യത്തിൽ അങ്ങനെ പറഞ്ഞപ്പോൾ 4-ാമത്തെ വാക്യത്തിൽ ഉൽപ്പത്തി 12:4 ഒട്ടനെ അബ്രഹാം യേസ് എന്ന് പറയുക. യെസ് ലോർഡ്, യെസ് ലോർഡ്. കേട്ടോ, മാതാവ് പറഞ്ഞതുപോലെ. മാതാവ് എന്താ പറഞ്ഞത്? മാതാവിനോട് ദൈവം ദൂതൻ വഴി ഇങ്ങനെ പറഞ്ഞു, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അതാണ് നിന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി. അവൻ യേശു എന്ന് പേര് വിളിക്കും. വാഗ്ദത്വം കൊടുത്തു. ഉടനെ മാതാവ് പറയാണ്, യെസ് ലോർഡ്, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ, നിന്റെ ഹിതം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ ആ മാതാവിൻ്റെ ആ വാക്കാണ് അവളിട്ട അടിസ്ഥാനം. ആ അടിസ്ഥാനം മറിയം പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ മേളിൽ ഒന്നും ദൈവത്തിന് പണിയാൻ പറ്റിയല്ല.
ഇതുപോലെ ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിലൂടെ അബ്രഹാം യെസ് ലോർഡ് എന്ന് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് അബ്രഹാം പുറപ്പെട്ടു. കണ്ടോ? കർത്താവ് പറഞ്ഞതനുസരിച്ച് അബ്രഹാം പുറപ്പെട്ടു. ആ പുറപ്പെടൽ എന്ന പ്രവൃത്തിയാണ് അവൻ്റെ ഈ തറക്കല്ല് ഇടിയില്. അനേകം തലമുറകൾക്ക് ഇസഹാക്ക്, യാക്കോബ്, അവന്റെ 12 മക്കള്, 12 ഗോത്രങ്ങള്, ഇസ്രായേൽ ജന ലക്ഷങ്ങൾ വരുന്ന അല്ലേ, ആ ഇസ്രായേൽ ജനങ്ങള്, ആ തലമുറയ്ക്കുള്ള അടിസ്ഥാനം അബ്രഹാം അവിടെ ഇട്ടു. ഹല്ലേലൂയ. ആ വംശ പരമ്പരയിൽ അല്ലേ യഹൂദനായിട്ട് ദാവീദിന്റെ ഗോത്രത്തിൽ യഹൂദ വംശത്തിൽ പിറന്ന യേശു എന്നുള്ള ലോകരക്ഷകൻ പിറന്നത്. ഇതിനെല്ലാം കാരണം എന്താണ്? അബ്രഹാം ഇട്ട ആ തറക്കല്ലാണ്. യെസ് ലോർഡ് എന്ന് അബ്രഹാം പറഞ്ഞു. അബ്രഹാം എന്ന പിതാവ് ഹല്ലേലൂയ. അവന്റെ ആ അനുസരണത്തിലൂടെ കർത്താവ് പറഞ്ഞത് അനുസരിച്ച് അവൻ പുറപ്പെട്ടു. ഞാൻ പോകുന്ന വഴിക്ക് കാപ്പി കിട്ടുമോ? ഞാൻ ആഹാരം എങ്ങനെ കഴിക്കുന്നത്? ഞാൻ മാത്രമല്ല, ഭാര്യയുണ്ട്, കൂടെ ഒത്തിരി ജോലിക്കാരുണ്ട്, പണിക്കാരുണ്ട്, 100 കണക്കിന് ആൾക്കാരുണ്ട്, അതിന് ആടുമാട് ഒട്ടകങ്ങളുണ്ട്. ഇതൊക്കെ തിന്നാനും കുടിക്കാനും എവിടുന്നാ കിട്ടുന്നത്? പരിചയമില്ലാത്ത സ്ഥലത്തോട്ടാണല്ലോ പോകുന്നത്. എത്ര നാൾ പോകണം? എവിടം വരെ ചെല്ലണം? എന്നാ അനുഗ്രഹം കിട്ടുന്നത്? ഇങ്ങനെയുള്ള 100 ചോദ്യങ്ങൾ ചോദിക്കാൻ അവിടെ സാധ്യത ഉണ്ടായിരുന്നിട്ടും ഒരു ചോദ്യവും അവൻ ചോദിച്ചില്ല എന്നുള്ളതാണ് ഫെയ്ത്ത്. ഹല്ലേലൂയ. ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ദൈവ ഇഷ്ടം അന്വേഷിക്കാൻ എത്രയോ പ്രാർത്ഥനാക്കാരുടെ അടുത്താണ് പോകുന്നത്. ജ്ഞാനഗുരുക്കന്മാരുടെ അടുത്ത്, ആത്മായ കൗൺസിലേഴ്സിന്റെ അടുത്ത്. കർത്താവ് എന്നാ പറയുന്നത്? കർത്താവ് എന്നെ ഇന്നും അനുസരിക്കാൻ വേണ്ടിയിട്ടാണോ? കർത്താവ് എന്നെ കുറിച്ച് എന്നതാ സന്ദേശം തരുന്നത് എന്ന് ചോദിക്കുന്നത്? അങ്ങനെ സന്ദേശം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അത് അനുസരിക്കാൻ വേണ്ടിയിട്ടാണോ? ഒന്നുമല്ല. അനുസരിക്കാതെ എങ്ങനെ അനുഗ്രഹം പ്രാപിക്കാം എന്നാണ് പലരുടെയും ലക്ഷ്യം, ചിന്ത. കർത്താവിനെ കുറിച്ച് എൻ്റെ ഭാവി ഒന്ന് പറയണം, എൻ്റെ ഭാവി ഒന്ന് അറിയണം. അതുപോലെ തത്തയെ കൊണ്ട് ഭാവി പറയിപ്പിക്കുന്നവരുടെ പുറകെ പോയാൽ മതി. അതും ഇതുമായിട്ട് വ്യത്യാസമൊന്നുമില്ല. ഈ ഒരു മനോഭാവത്തിൽ നമ്മൾ കൗൺസിലർമാരുടെ അടുത്ത് പോകുന്നത്. എൻ്റെ ഭാവി അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെയൊക്കെ പുറകെ പോകുന്നത്. പ്രിയമുള്ളവരെ, അബ്രഹാത്തിന് അങ്ങനെ ഭാവി, എനിക്ക് നാളെ തിന്നാൻ കുടിക്കാൻ ഉണ്ടാകുമോ, ഇവർക്ക് എല്ലാവർക്കും ഉണ്ടാകുമോ, എവിടം വരെ ചെല്ലണം, എവിടെയാ രാജ്യം, ഏത് സ്ഥലം, ഈ ഒരു സ്പോട്ടും കൃത്യമായിട്ട് ദൈവം പറഞ്ഞു കൊടുത്തില്ല. നമ്മളാണെങ്കിൽ ഇപ്പോൾ കാറെ യാത്ര ചെയ്യണമെങ്കിൽ അല്ലേ, അതിൻ്റെ റൂട്ടെല്ലാം ഗൂഗിൾ മാപ്പ് എടുത്ത് കൃത്യമായിട്ട് റൂട്ട്, ഏതെല്ലാം വഴിയിലൂടെ എത്ര കിലോമീറ്റർ, അവിടെ എപ്പോൾ ചെല്ലും, ഇതെല്ലാം നമ്മുടെ കൈ ഉണ്ട്. കൃത്യം കിട്ടിയാണ് നമ്മൾ പോകുന്നത്. അബ്രാഹത്തിന് എന്തെങ്കിലും റൂട്ട് ദൈവം കൊടുത്തോ? ഒരു റൂട്ടും കൊടുത്തില്ല. നാരങ്ങ വെള്ളം കുടിക്കാനുള്ള പൈസ പോലും കൊടുത്തില്ല ദൈവം. മനസ്സിലായോ? ഒന്നും പറയാതെ അങ്ങനെ ഇരിക്കെ അബ്രഹാം പറഞ്ഞു. അബ്രഹാം എന്താ ഇത്? അവൻ പറഞ്ഞതനുസരിച്ച് എന്നാ പറഞ്ഞത്? നിന്നെ ഞാൻ തലമുറ അനുഗ്രഹിക്കാം, നിന്നെ ജാതിയാക്കാം, നിന്നെ അനുഗ്രഹിക്കാം എന്നുള്ളത് മാത്രമേ പറഞ്ഞുള്ളൂ. അത് വിശ്വസിച്ചു പുറപ്പെട്ടു. അതാണ് അവൻ ഇട്ട അടിസ്ഥാനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ, നമുക്ക് ഇത് സാധ്യമാണ്. നമ്മൾ അബ്രഹാം കുടുംബജീവൻ നയിച്ചയാളാ അല്ലേ? എല്ലാ കുടുംബത്തിന്റെ പ്രാരാബ്ധങ്ങളും അവനുണ്ടായിരുന്നു. അവൻ്റെ വീട്ടിൽ തന്നെ എന്ത് ചെയ്യ ആൾക്കാരുണ്ടായിരുന്നു, വേലക്കാർ തന്നെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നമുക്കാകെ 2 പിള്ളേരല്ലേ ഉള്ളൂ, 2 3 പിള്ളേരല്ലേ നമുക്കുള്ളൂ. അപ്പോ നാം ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അനേകം തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ടതാണ് ദൈവവിശ്വാസം. ഇന്ന് ഈ കാലഘട്ടത്തിൽ ദൈവത്തെ വെളിപ്പെടുത്തേണ്ടത്, ദൈവത്തെ പ്രതിനിധാനം ചെയ്യേണ്ടത്, ദൈവത്തെ റെപ്രസെന്റ് ചെയ്യേണ്ട,
ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ തലമുറകളിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ് നമ്മൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് അന്ന് അബ്രഹാത്തെ തെരഞ്ഞെടുത്തെങ്കിൽ, യിസ്ഹാക്കിനെ യാക്കോബിനെയും തെരഞ്ഞെടുത്തെങ്കിൽ, ഇന്ന് ഈ കാലഘട്ടത്ത് എന്നെയും നിങ്ങളെയുമാണ് ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത്. സംശയിക്കണ്ട. എത്രയോ പുതിയ നിയമത്തിൽ തന്നെ എത്രയോ വചനമുണ്ട്. എഫേസോസ് 1:4 എന്താ പറയുന്നത്? നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുകയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എന്തിനാ? ക്രിസ്തുവിനെ വെളിപ്പെടുത്തുവാൻ, ക്രിസ്തുവിനെ കൊടുക്കുവാൻ, അവന് വേണ്ടി ഒരടിസ്ഥാനമിടുവാൻ, തലമുറകൾക്ക് വേണ്ടി അടിസ്ഥാനമിടുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ഹല്ലേലൂയ. വേറെ 1-2 വ്യക്തികളെ കൂടെ നമുക്ക് പരിചയപ്പെടാം. ജോബിന്റെ പുസ്തകം 1-ാം അധ്യായം നമുക്ക് സുപരിചിതമായ ഒരു വചനഭാഗമാണ്. ജോബ് എന്ന് പറയുന്ന വ്യക്തി നമുക്കറിയാം. അതിന്റെ 1-ാം അധ്യായം 1-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്: ഉസ് ദേശത്ത് ജോബ് എന്നൊരാൾ ഉണ്ടായിരുന്നു. തിന്മയിൽ നിന്നകന്ന് ദൈവഭക്തനായി ജീവിച്ച അവൻ നിഷ്കളങ്കനും നീതിനിഷ്ഠനുമായിരുന്നു. പിന്നെ ജോബ് എന്നൊരാൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം, അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാവോ? ജോബിനെ പോലെ വേറൊരാൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. ജോബിനെ പോലെ ഒരാൾ ആ ദേശത്ത് ഇല്ലായിരുന്നു. കാരണം ആ ദേശത്തുണ്ടായിരുന്ന 1000 പേരുണ്ടെങ്കിൽ 1000 പേരിൽ നിന്നും വ്യത്യസ്തനായിരുന്നു ഈ ജോബ്. ബാക്കി 999 പേരും ഒരേ അച്ചിൽ വാർത്തതുപോലെ ഒരേപോലെ സ്വഭാവമുള്ളവരാണെങ്കിൽ, ജോബ് അവരിൽ നിന്ന് വേർതിരിക്കപ്പെട്ട, മാറ്റി നിർത്തപ്പെട്ട ഒരു വ്യത്യസ്തനായ ഒരാളായിരുന്നു ജോബ്. അതുകൊണ്ടാണ് ജോബ് എന്നൊരാൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. മനസ്സിലായോ? നമ്മളിപ്പോഴും എന്താ, നമ്മൾ സാധാരണ എന്നാ ഹല്ലേലൂയ പറഞ്ഞാലും സ്തോത്രം പറഞ്ഞാലും പള്ളിഭക്തരാന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെപ്പോഴും നാട്ടുകാരെ പോലെ ജീവിക്കാനും നമുക്ക് ഇഷ്ടമല്ലേ? ശരിയല്ലേ? അവരെന്നാ പറയുന്നു, ഇവരെന്നാ പറയുന്നു, പള്ളിക്കാരെന്നാ പറയുന്നു, കൂട്ടുകാരെന്നാ പറയുന്നു, സമൂഹം എന്ത് പറയുന്നു, ബന്ധുക്കാരെന്നാ പറയുന്നു, നമ്മളെപ്പോഴും അവരും ഇവര് എന്തു പറയുന്നു എന്ന് നോക്കി, അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കി കാലം പോകുന്നതനുസരിച്ച് ഒഴുകുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറ്റപ്പെട്ടിരിക്കുകയാണ്. ഈ കാലഘട്ടത്ത് ദൈവം എന്നോട് എന്തു പറയുന്നു എന്ന് ചോദിക്കാതെ, അന്വേഷിക്കാതെ, ദൈവത്തിലേക്ക് നോക്കാതെ സമൂഹത്തിലോട്ട് നോക്കിക്കൊണ്ട് സമൂഹം പോകുന്നത് പോലെ പോകുവാനും, സമൂഹം എന്ത് അഭിപ്രായം ഓരോ കാര്യങ്ങളിൽ പറയുന്നു അതിനനുസരിച്ച് സമൂഹം പറയുന്ന അനുസരിച്ചുള്ള അഭിപ്രായങ്ങൾ പറയുന്നവരായി നമ്മൾ മാറുക. ഏത് കാര്യത്തിൽ എപ്പോഴും പറയും, ഓ നമുക്കൊന്നും പറ്റിയില്ല, നമ്മളെക്കൊണ്ടൊന്നും പറഞ്ഞിട്ടില്ല, ഇത് നമുക്കുള്ള വിഷയമല്ല, ഇത് നമുക്ക് ജീവിക്കാൻ പറ്റുമോ ഇതുപോലെ? അത് അവർക്ക് പറ്റുള്ളൂ, അത് അവരുടെ ജീവിതമാണ്, അത് അവരുടെ തൊഴിലാണ്, അതുകൊണ്ട് അവരെങ്ങനെ ജീവിക്കുന്നു, നമുക്കൊന്നും പറ്റിയല്ല എന്ന് പറയുകയും ചെയ്യും. കൺവെൻഷനും പള്ളിയും നേർച്ചയും ഭക്താഭ്യാസങ്ങളുടെ പുറകെ പോവുകയും ചെയ്യും. കണ്ടോ? അപ്പോൾ ഈ ജോബ് എന്നൊരാൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു അവൻ്റെ അങ്ങനെ ഒരാളെ ഇവിടെ പ്രത്യേകമായിട്ട് ഇവിടെ എടുത്തു പറയാനായിട്ടുള്ള കാരണം? അവൻ്റെ സ്വഭാവം ഇവിടെ പ്രത്യേകമായിട്ട് പറയുകയാണ്. അവൻ തിന്മയിൽ നിന്നകന്ന് ദൈവഭക്തനായി ജീവിച്ച അവൻ. കണ്ടോ? തിന്മയിൽ നിന്ന് അകന്ന് ദൈവഭക്തനായി ജീവിച്ചു. അപ്പൊ അങ്ങനെ ഒരാൾ അവിടെ ഇല്ലായിരുന്നു. അവൻ നീതിനിഷ്ഠനും നിഷ്കളങ്കനുമായിരുന്നു. നിഷ്കളങ്കനും നീതിനിഷ്ഠനുമായിരുന്നു. മനസ്സിലായോ? ഇന്നത്തെ കാലഘട്ടത്ത് ഇത് കേട്ടാൽ ചില പറയും, എടാ ഈ ലോകത്തിലൊന്നും നിഷ്കളങ്കതയോടെ ജീവിക്കാൻ പറ്റുമോ? ഈ കാലഘട്ടത്തെ അത് പറയാൻ കൊള്ളാം. എടാ ഇന്ന് ഈ കാലഘട്ടത്തൊന്നും ഈ നിഷ്കളങ്കതയും വെച്ചുകൊണ്ട്, ഈ ശുദ്ധ മനസ്സും വെച്ചുകൊണ്ട്, ഈ എളിമയും വെച്ചുകൊണ്ടൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റുകയില്ല. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ?
ഇവിടെ ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ നമ്മള് നേരെ ചൊവ്വേ ഒന്നും നമുക്ക് പണി പറ്റിയല്ലത്. ഇവിടെ ജീവിക്കണമെങ്കിൽ ഈ ലോകത്തിൻ്റെതായ എല്ലാ തട്ടിപ്പും പരിപാടിയും വാക്കും ഇതിലൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ചില വളഞ്ഞ വഴി എല്ലാ കാര്യങ്ങളും സ്വീകരിച്ചാലേ ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റുള്ളൂ. കാര്യം നടക്കണമെങ്കിൽ നമുക്ക് മറ്റേ വഴിയെ പോകണം, അതേ പറ്റുള്ളൂ എന്ന് നമ്മൾ ഇന്ന് പലപ്പോഴും പല അഭിപ്രായങ്ങളും പറയും. എന്നാൽ ബൈബിൾ എന്ത് പറയുന്നു? ആ കാലഘട്ടത്ത്, ജോബിൻ്റെ കാലഘട്ടത്ത് നിങ്ങൾ ആലോചിക്കേ, 10,000 വർഷങ്ങൾക്ക് മുമ്പ് തിന്മയിൽ നിന്ന് അകന്ന് നന്മ ചെയ്ത് പിന്നെ ദൈവഭക്തിയിൽ ജീവിച്ച് മാത്രമല്ല നിഷ്കളങ്കനായി ജീവിച്ചവൻ, കണ്ടോ, നിഷ്കളങ്കനും ഭക്തനുമായി അവൻ ജീവിച്ചു. അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. ചുറ്റുപാടുമുള്ളവര്, അയലോക്കംകാര്, കൂട്ടുകാര്, ഇടവക്കാര് എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഈ ചുറ്റുപാടുമുള്ള എല്ലാ മനുഷ്യരും ഇവന്റെ സ്വഭാവത്തിന് ഓപ്പോസിറ്റ് സ്വഭാവമാണ്. വക്രത കൊണ്ട് നിറഞ്ഞ തട്ടിപ്പ്, വെട്ടിപ്പ്, മായം ഇതെല്ലാം പറഞ്ഞ് ചെയ്ത് ജീവിക്കുന്നവരുടെ ഇടയിൽ നിഷ്കളങ്കതയോടെ ദൈവഭക്തിയോടെ ജീവിച്ച ഒരു വ്യക്തി. ഹല്ലേലൂയ. അങ്ങനെ ജീവിക്കാൻ പറ്റുമോ? യെസ്, സാധിക്കുമെന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. ഇന്ന് പറ്റുമോ? ഇന്നും പറ്റും. സാധിക്കുന്നവരുണ്ടല്ലോ നമ്മുടെ ഇടയിൽ. അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എന്നാ ചെയ്തു? അവൻ്റെ മക്കൾ, അവർക്ക് 10 മക്കളുണ്ടായിരുന്നു. ആ കാലഘട്ടത്ത് 10 മക്കൾ. എന്നാലോചിക്കേ, അതിനെക്കുറിച്ച് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. 10 മക്കളുണ്ടായിരുന്നു. ഈ 10 മക്കളെയും നഷ്ടപ്പെട്ടപ്പോഴും അവൻ ദൈവത്തെ അവൻ നഷ്ടപ്പെടുത്തിയില്ല. 10 മക്കളും നഷ്ടപ്പെട്ടു, പക്ഷെ അവൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോയില്ല. ഭാര്യയെയും നഷ്ടപ്പെട്ടു, അപ്പോഴും അവൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടില്ല. എല്ലാ സമ്പത്തുകളും നഷ്ടപ്പെട്ടപ്പോഴും അവൻ മുറുകെ പിടിച്ചു ദൈവത്തെ മുറുകെ പിടിച്ചു. അതുകൊണ്ട് എന്നാ ചെയ്തു? നഷ്ടപ്പെട്ടതെല്ലാം 10 ഇരട്ടിയായി അവന് മടക്കി കിട്ടി. എന്തെല്ലാം നഷ്ടപ്പെട്ടു, ആ നഷ്ടപ്പെട്ടതെല്ലാം 10 ഇരട്ടിയായിട്ട് അവന് മൾട്ടിപ്ലൈ ചെയ്ത് ദൈവം കൊടുത്തു.